പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവനോട് സംസാരിച്ച വിഷയം ഇതാണ്: പിൻവഴിയുടെ കാലത്തിനായി നിങ്ങൾ അപേക്ഷിക്കുകയും. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ശക്തമേറിയ പിന്മഴയ്ക്കായി രാജ്യങ്ങൾ, ദേശങ്ങൾ, സഭകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ കൊയ്ത്തിനു വേണ്ടി ഒരുങ്ങുന്നു. ദൈവം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ വാക്കിതാണ്: ഞാൻ ഒരു പിന്മഴയെ അയക്കുവാൻ പോകുന്നു. അത് പറയുമ്പോൾ തന്നെ അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഈ ഘട്ടങ്ങളിൽ എഴുന്നേറ്റു വരും. ശക്തമായ എതിരുകൾ എഴുന്നേറ്റു വരും. പക്ഷേ ഈ ഉണർവിൽ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും, അവ എഴുന്നേൽക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാം: പിന്മഴയുടെ കാലത്തിനായി നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ രാജ്യത്തിൽ ആ ഉണർവ് സംഭവിക്കാൻ പോകുന്നു. അധികം സമയമില്ല. കർത്താവിന്റെ അഭിഷിക്തൻ വാര്യാപുരം യോനാച്ചനിലൂടെ അരുളി ചെയ്ത ആ കാലഘട്ടം എത്തപ്പെടുകയാണ്. അങ്ങനെ ഒരു മൂവ് നമ്മുടെ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ഞാൻ ആ പ്രവചനത്തെ ഏറ്റെടുക്കുന്നു. ദൈവം എന്നോട് സംസാരിച്ചതിനെ ഞാൻ ഏറ്റെടുക്കുന്നു. അനേകർ നിന്നെ തള്ളിക്കളയാം, അനേകർ നിനക്കെതിരെ കുറ്റം വിധിക്കാം, അനേകർ നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടേക്കാം. ലജ്ജിക്കരുത്, തകർന്നു പോകരുത്. നിന്റെ തല കുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഉണർവിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ 21, 40, 7 പകലുകൾ, രാത്രികൾ പകലാക്കി കരഞ്ഞും നിലവിളിച്ചും രട്ടിനും വെണ്ണീറിലും വരുന്ന അഭിഷിക്തരെ, വിശ്വാസ സമൂഹമേ, ദാ ഉണർവിന്റെ കാലം വെളിപ്പെടാൻ പോകുന്നു. ഒരുങ്ങുക. ഉണർവിനായി നമുക്ക് ഒന്നിച്ചൊരുങ്ങാം. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് ചില ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാൻ പോകുന്ന കാലഘട്ടം. അതെ, അതൊരു വലിയ സൈന്യമായി എഴുന്നേൽക്കാൻ പോകുന്ന കാലഘട്ടം. നിങ്ങളും തയ്യാറായിക്കൊള്ളുക. ഈ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണിത്. അവന്റെ അഗ്നി, അവന്റെ തീയ്, അവന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാലഘട്ടം. നീ രോഗക്കിടക്കിലാണെങ്കിൽ നിന്റെ രോഗക്കിടക്ക് ദൈവം മാറ്റിവിരിക്കാൻ പോകുന്നു. നീ കഷ്ടതയില്ലെങ്കിൽ നിന്റെ കഷ്ടതയിൽ ശത്രുക്കൾ കാണുക നിനക്ക് മേശ ഒരുക്കാൻ പോകുന്നു. ദാ ഒരു ദൈവപ്രവൃത്തിയുടെ കാലഘട്ടം. ഒരുങ്ങിക്കൊള്ളുക. ഉണർവിനായി ദേശങ്ങൾ ഉണരട്ടെ, സഭകൾ ഉണരട്ടെ, വ്യക്തികൾ ഉണരട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഗോഡ് ബ്ലസ് യു.